തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ പരാജയത്തിന് പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ടിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്, സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് താനൊരു പാവപ്പെട്ട സമുദായത്തിൽ ഉള്ള ഒരാളാണ്, അതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നത് എന്നാണ്. ശ്രീനാരായണ ഗുരുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരാൾ വെള്ളാപ്പള്ളി നടേശനാണ്. ഗൗതം, SNDP എന്ന് പറയുന്ന സമുദായത്തിൻ്റെ നേതാവായി വെള്ളാപ്പള്ളി നടേശൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു വലിയ കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരാൾ വന്ന സമയത്ത് SNDP സമുദായം കരുതിയത് തങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ മേടിച്ചു തരുന്ന ഒരാളാണ്. ഈഴവ കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ വിലയുണ്ട്, എങ്ങനെയാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുന്ന ഒരാൾ എന്ന രീതിയിലാണ് തുടക്ക നാളുകളിൽ അദ്ദേഹത്തിനെ ഈ സമുദായം കണ്ടത്. പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും അദ്ദേഹം ഒരു കച്ചവട താല്പര്യത്തിൻ്റെ ആളായി പോകുന്നുണ്ട്. പിന്നെ ഗൗതം ചോദിച്ച പോലെയുള്ള അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഞാൻ ചോദിച്ചത് ഇതാണ്: ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾക്ക് ഒരിക്കലും ചോദിച്ച രീതിയിലല്ല അദ്ദേഹം ജീവിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ആളുകൾക്ക് പോലും വേണ്ട രീതിയിൽ മനസ്സിലായിട്ടില്ല. ശരിക്കും അദ്ദേഹം ഒരു വലിയ ഗുരുവാണ്. ആ ഗുരുവായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗൗതം പറഞ്ഞതുപോലെ ഒരു മനുഷ്യർക്കും അദ്ദേഹത്തിനെ കുറിച്ച് അറിയില്ല. അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുന്ന ആ വ്യാപ്തിയെക്കുറിച്ച്, അതെ, അദ്ദേഹത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച്, അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു സർവകലാശാലയിൽ പാഠ്യ വിഷയം പോലും ഒരു കാര്യത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ മറ്റ് ലോകത്തുള്ളവർക്ക് വിവരമുള്ള ആൾക്കാർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക പ്രശസ്തനാവേണ്ട, ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടേണ്ട വലിയ സന്യാസി, ഒരു വലിയ സന്യാസി വര്യനാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ SNDPയും വെള്ളാപ്പള്ളി നടേശൻ കുറച്ച് അനുയായികളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശ്രീനാരായണ ഗുരുവിനെ ഒരു ഈഴവൻ എന്ന് പറയുന്ന, അദ്ദേഹം ജാതിക്കെതിരെ പോരാടിയ ഒരാളാണ് ശ്രീനാരായണ. ചോദിക്കരുത്, ജാതി പറയരുതെന്ന്. അതെ, അങ്ങനെ ഒരാളെ ഒരു ജാതിയുടെ വേലിക്കെട്ടിൽ, ഇയാളൊരു ഈഴവനാണ് എന്ന് പറയുന്ന ഒരു വേലിക്കെട്ടിൽ മാത്രം നിർത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ താനൊരു ഈഴവനല്ല എന്നുകൂടി ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അല്ല ഗൗതം, ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്ന ഒരു ജാതി എന്ന് പറയുന്നത് മനുഷ്യജാതിയാണ്, അത് ഈഴവജാതിയല്ല. മനുഷ്യജാതി എന്ന് പറയുന്ന ജാതിയെ കുറിച്ചാണ് അടിസ്ഥാനപരമായിട്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. തീർച്ചയായിട്ടും അല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ SNDP സമുദായം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ അതുപോലെ കേൾക്കുന്നവരൊന്നുമല്ല. ഇപ്പോൾ ഗൗതം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ പത്രത്താളുകളിൽ വന്നതാണ്: ഞാനൊരു പാവം ജാതിക്കാരനായതുകൊണ്ട്. ഇത് ആരെ സോപ്പിടാൻ വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്? ആരിൽ നിന്നാണ് അദ്ദേഹത്തിന് അനുകമ്പ കിട്ടേണ്ടത്? അദ്ദേഹത്തിൻ്റെ സ്വന്തം ജാതിയിൽ നിന്നോ? ഒരിക്കലും ഒരു ഈഴവ കമ്മ്യൂണിറ്റി ജനിച്ച ഒരാൾ താൻ ഒരു എന്താ പറയുക, തനിക്ക് ഒരു കുറവുമില്ല എന്ന് ചിന്തിക്കുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് ആൾക്കാരുണ്ട്. 33% ആളുള്ള വോട്ടുള്ള, അതായത് LDF UDF 33% ആൾക്കാർ ഹിന്ദു സമുദായത്തിലുള്ളൊരു സമുദായമാണ്. അവിടെ ഇദ്ദേഹം പാവം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനോട് അനുകമ്പയൊന്നും ഉണ്ടാവില്ല. ഇദ്ദേഹം ഈ പറയുന്ന രീതിയിൽ മലപ്പുറം പരാമർശം നടത്തി. എന്തിനാ മലപ്പുറം പരാമർശം നടത്തിയത്? ഗൗതം, ഒരു കാര്യം കേൾക്കണം. ഈ പറയുന്ന SNDP സമുദായത്തിന് മലപ്പുറത്ത് സ്കൂൾ കിട്ടുന്നില്ല, കോളേജ് കിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. എൻ്റെ മകൾക്ക് തിരുവനന്തപുരത്ത് വർക്കലയിൽ എൻ്റെ മകൾക്ക് MSc ഒരു അഡ്മിഷന് വേണ്ടി ഞാൻ പോകുമ്പോൾ ഞാൻ ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ട ആളായിട്ട് പോലും എന്നിൽ നിന്ന് 2.5 ലക്ഷം രൂപ ചോദിച്ചു. അവിടെയാണ് ഒരു സമുദായത്തിൽ എൻ്റെ കുട്ടിക്ക് മെറിറ്റ് ഉണ്ടായിരുന്നു, എന്നിട്ട് എൻ്റെ കുട്ടിക്ക് കിട്ടിയില്ല. ഞാൻ അവിടെ നിന്ന് പോയി എൻ്റെ കുട്ടി വേറെ യൂണിവേഴ്സിറ്റി പോയി ചേർന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതാണോ ഈഴവ സമുദായത്തെ അവർ സഹായിക്കുന്നത്? മൈക്രോ ഫിനാൻസ് എന്ത് വമ്പൻ തട്ടിപ്പായിരുന്നു! ഈ മൈക്രോ ഫിനാൻസിൽ ഒരാൾ കടിച്ചുകൊള്ളുന്നവരെ ആത്മഹത്യ ചെയ്തില്ലേ? ആ കേസ് ഇപ്പോൾ എവിടെ വരെ എത്തി? ആ കേസ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് മുന്നിലേക്ക് വരാതിരിക്കാനാണ് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ, അധികാരത്തിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് പച്ചവെള്ളം പോലും ഇവിടെ എല്ലാവർക്കും അറിയാം. ആ ഒരു കള്ളമാണ് ഇദ്ദേഹത്തിന്. ഒരിക്കലും ജെന്യൂനായി ഭരണം മാറട്ടെ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയധികം LDFന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സഹായിക്കുന്ന പിണറായി വിജയന്റെ വീട്ടിലെ അടുക്കളയിൽ ആരാ ഈ പറയുന്ന അവരുടെ, എനിക്ക് ആ പേര് പോലും എനിക്കറിയില്ല ശരിക്കും, അദ്ദേഹത്തിന്റെ മകൻ. ഇവിടെ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് സംഭവിക്കുന്ന പ്രശ്നം, അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്നത് മകന്റെ രാഷ്ട്രീയം? അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്, അല്ലേ? അതെ, അത് വിധിയാണ് ഇവിടെയുള്ള ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അതിന്റെ, അതായത് ശ്രീനാരായണ ധർമ്മമാണ് ഇദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുകയും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമായി തീരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രീണനത്തെക്കുറിച്ചും മുസ്ലിം പ്രീണനം, എല്ലാ പ്രീണനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാം. പക്ഷെ അത് താനൊരു ശ്രീനാരായണീയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യരുത്, അല്ലാണ്ട് ചെയ്യാം. തീർച്ചയായിട്ടും അവിടെയാണ് ഈ വൈരുദ്ധ്യം വരുന്നത്. അതുകൊണ്ടാണ് നാരായണ ഗുരുവിന്റെ വ്യാപ്തിയെ
തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് മലയാളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലയാളി വെള്ളാപ്പള്ളി തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹം വ്യക്തമായ കള്ള് കച്ചവടക്കാരനാണ്. കള്ളിനെതിരെ സംസാരിച്ച ആളാണ് ഗുരു. ഗുരു അത് എന്നേ ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പൊ BDJS, എനിക്ക് പേരിപ്പോഴാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ സംഘടന BDJS. അദ്ദേഹത്തിന്റെ ഭാര്യ മകൻ്റെ കൂടെ നിൽക്കോ അദ്ദേഹത്തിനോട് നിൽക്കോ? അപ്പോൾ അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയോടോ ഇടത് സമവാക്യങ്ങളോടോ ഒത്തുനിന്ന് പറയാനായിട്ട്? ഒരു യോഗ്യതയില്ല. 2, അദ്ദേഹം പറഞ്ഞു കേട്ട് ഇവിടുത്തെ ഈഴവ കമ്മ്യൂണിറ്റി എല്ലാം ഇടതിന് വോട്ട് ചെയ്യുന്നതാണ് വിധം വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല. ഈഴവ കമ്മ്യൂണിറ്റിയിൽ 33% വോട്ടുണ്ടെങ്കിൽ 10-15% വോട്ട് RSSന് BJPക്ക് മാറിക്കഴിഞ്ഞു. അത് ഗൗതമിനറിയൂ. അതെ, എത്രയോ ഈഴവ കുടുംബങ്ങള് നേരത്തെ വോട്ട് ചെയ്യുന്നവരെ ഇപ്പൊ തന്നെ അവർ മാറി കോൺഗ്രസിനും ചെയ്തിട്ടുണ്ട്, BJP. എന്റെ തന്നെ കുടുംബത്തിൽ നിരവധി പേര് BJPക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്, എന്റെ സ്വന്തമായിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിനകത്ത് ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒരു വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നടേശൻ മുതലാളി എന്നാണ് അദ്ദേഹത്തെ കളിയാക്കുന്നത്. ഈ നടേശൻ മുതലാളിയുടെ ഒരു ജൽപ്പനത്തിലൊന്നും കേവലം ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയും പോകില്ല. ശ്രീനാരായണ ഗുരുവിന്റെ വ്യാപ്തി വലിപ്പം ഈ ലോകത്തിനറിയാം, പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ അറിയില്ല, ഈ കേരളത്തിലുള്ളവർക്ക് അറിയില്ല. എന്തായാലും പറഞ്ഞു നിർത്തുമ്പോൾ ഇതാണ് പറയാനുള്ളത്. ശ്രീനാരായണ ഗുരുവിനെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ഗുരുവായിട്ട് തീരെഴുതി കൊടുക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ തന്നെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. ശ്രീനാരായണ ഗുരു എല്ലാ സമുദായത്തിന്റെയും കേരളത്തിന്റെ മുഴുവൻ ആളുകളുടെയും പ്രധാന ഗുരുവാണ്, പരമാചാര്യനാണ് എന്ന് പറയുന്നതിൽ എന്താണ് ഒരു തെറ്റുമില്ല. അദ്ദേഹം താനൊരു ഈഴനല്ലാന്നും കൂടി ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാതിയും മതവും ഒന്നും തന്നെയില്ല. അദ്ദേഹം ഒരു വിപ്ലവകാരിയായിരുന്നു. ആ വിപ്ലവത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ, ശ്രീനാരായണ ഗുരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് നമ്മൾ തന്നെ ഇപ്പൊ മനസ്സിലാക്കി. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് വന്നപ്പോൾ അതിൽ ജാതീയതയും വർഗീയതയും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നടക്കുന്ന പത്തനംതിട്ടയിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ ഇതില് ഒന്ന് മാത്രം, കേവലം വെള്ളാപ്പള്ളി നടേശൻ, കേവലമല്ല വെള്ളാപ്പള്ളി നടേശൻ മുതലാളി പറഞ്ഞാലെന്നും ഇവിടെ SNDPക്കാരെന്നും ഈ പറയുന്ന പോലെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്ന കാലം പോയി. പിന്നെ ഒന്നുകൂടെ നമുക്കിത് പറയാം, അദ്ദേഹം ആരെയൊക്കെ പുകഴ്ത്തിയിട്ടുണ്ടോ അവരെല്ലാം കീഴ്മേർ മറിഞ്ഞ് തലകുത്തി ഒന്നുമല്ലാതെ പോയിട്ടേ ഉള്ളൂ. വെള്ളാപ്പള്ളി. അതുകൊണ്ട് LDFന്റെ കാലം കഴിയാറായി. വെള്ളാപ്പള്ളി ആരുടെ കൂടെ ഒത്തുചേരുന്നു അവർ തീർന്നു പോവുകയാണ് പതിവ്.